ഈ പുതിയ കാലം രാഷ്ട്രീയം കാണുമ്പോൾ നമ്മുടെ നേതാക്കൾ വായിക്കുന്നുണ്ടോ, വായിച്ചാൽ തന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ സംശയം തോന്നാം. ഒരുപക്ഷെ നാട്ടുകാർക്കും ഇപ്പോൾ നേതാക്കൾ വായിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ തമസല്ല സുഖപ്രദം എന്ന് പറഞ്ഞതുപോലെ വായിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിപ്പോവും. എന്തായാലും ഇന്നിപ്പം എന്നോടൊപ്പം ഉള്ളത് വായന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമായ തലമുറയിലെ രണ്ട് പ്രതിനിധികളാണ്. വ്യവസായ മന്ത്രി ശ്രീ പി രാജീവും ശ്രീ എം കെ മുനീർ MLA യും. അപ്പോൾ ഇവർ ഒരാൾ LDFും ഒരാൾ UDF ആയതുകൊണ്ട് പരസ്പരം എങ്ങനെയാണ് വായിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പം ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ C. അച്യുതമേനോൻ കഥകളി കാണാൻ പോകുമായിരുന്നു, EMS കവിത വായിക്കുമായിരുന്നു, നെഹ്റു എല്ലാ കലാരൂപങ്ങളും ആസ്വദിക്കുന്ന ആളായിരുന്നു. ഇതൊന്നും അവർ ആസ്വാദകരെന്ന നിലയിലല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രയോജനം മുന്നിൽ കണ്ട് ചെയ്തതല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വായന ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിനു വേണ്ടിയാണോ, അതായത് അതിന് ആയുധം സംഭരിക്കാനാണോ? മനോരമയ്ക്ക് പ്രത്യേകം നന്ദി. ജോണി ലൂക്കോസിൻ്റെ ആദ്യത്തെ ചോദ്യം ഇന്നത്തെ രാഷ്ട്രീയം കണ്ടാൽ രാഷ്ട്രീയ പ്രവർത്തകർ വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ഒരു സംശയം ഇന്നത്തെ മാധ്യമ പ്രവർത്തനം കണ്ടാൽ മാധ്യമ പ്രവർത്തകർ വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം, ഞാൻ ചോദ്യം ചോദിക്കാൻ മാത്രമാണ്, ഉത്തരം പറയില്ല. അപ്പം ഞാൻ ഇന്ന് വായിച്ചങ്ങോട്ട് വരുമ്പോൾ വായിച്ചത് എൻ്റെ തലക്കേട്ട് വാഷിങ്ടൺ പോസ്റ്റാണ്. ദ ഹാർഡ് ട്രൂത്ത്, അമേരിക്കൻസ് ഡോണ്ട് ട്രസ്റ്റ് ദ ന്യൂസ് മീഡിയ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ വായന നമ്മുടെ ഏതെങ്കിലും പ്രയോഗത്തിൻ്റെ പലതരത്തിലുള്ള പ്രയോഗമാണ്. നമ്മൾ സ്വയം നവീകരിക്കും, സമൂഹത്തിലെ ഇടപെടലിന് കുറേ കൂടി ദിശാബോധം നൽകും, നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നന്നായിരിക്കും. ശ്രീ എം കെ മുനീർ അദ്ദേഹം നല്ലൊരു പ്രസാധകൻ കൂടിയാണ്. അദ്ദേഹത്തിനൊരു പുസ്തകം കൊടുക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന ഇതുവരെ എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ. ഞാൻ ചോദിച്ചത് ആസ്വാദകനായിട്ടാണോ വായിക്കുന്നത്, അതോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആയുധം സംഭരിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ട്രെയിനിൽ ആണല്ലോ വന്നത്. അത് ഹരാരിയുടെ ദ നെക്സസ് ആണ്. അപ്പോൾ അതിൽ ഞാൻ രണ്ടാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു വാചകമുണ്ട്. അതിന് വെച്ചാൽ ഓൾ ഹ്യൂമൻ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആർ ബേസ്ഡ് ഓൺ ഫിക്ഷൻസ് ബട്ട് സംബഡി അഡ്മിറ്റ്സ് ഇറ്റ്, സം ഡു നോട്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്കൊരു കണക്റ്റ് കിട്ടും. ആ കണക്റ്റ് എനിക്ക് നേരെ പോയത് രാജശ്രീയുടെ ആത്രേയകത്തിലാണ്. അപ്പോൾ ആത്രേയകത്തിൽ രാജശ്രീ പറയുന്നുണ്ട്, ഏത് ഭരണവും രാജഭരണങ്ങൾ നിലനിൽക്കുന്നത് കഥകളിലൂടെയാണ്. വസ്തുതകളുമായി ബന്ധമില്ലാത്ത കഥകളായിരിക്കും. ആ കഥകളിലൂടെയാണ് സാമൂഹിക വ്യവസ്ഥകൾ നിലനിൽക്കുന്നത്. അത് അടുത്ത കണക്ട് നേരെ അശോകൻ ചെരുവിലിൻ്റെ പുതിയ നാടകത്തിലേക്ക് വരും. പുതിയ കഥ നാടകം എങ്ങനെയാണ് കണക്ഷൻസ്. അപ്പോൾ നമ്മൾ ഓരോന്നും വായിച്ചെടുക്കുമ്പോഴതിന് കാലത്തെ വായിച്ചെടുക്കാൻ സഹായകരമാണ്. പിന്നെ ഞാൻ പാർലമെൻറ്റിൽ പോയപ്പോൾ ജോണി അഭിമുഖം നടത്തി സഹായിച്ച് നമ്മുടെ PG എന്നോട് പറഞ്ഞു, നിർബന്ധമായിട്ടും ലൈബ്രറി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ഈ ഭരണഘടന ചർച്ചകൾ അസംബ്ലി CAD പൂർണ്ണമായിട്ടും വായിക്കാൻ സഹായിച്ചത്. അപ്പോൾ നമ്മളത് അപ്ലിക്കേഷൻ ഉണ്ടാവും, നമ്മളെ സ്വയം നവീകരിക്കാം, ലോകത്തെ വായിച്ചെടുക്കാൻ സഹായകരമായിരിക്കും. പിന്നെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് അതിവേഗത്തിൽ പുതുക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ മനോഹർ സാഹിബ്, എനിക്ക് സംശയം എന്നാൽ ഇങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമോ, ഇത്രയൊക്കെ പറയാമോ എന്നൊരു സംശയം തോന്നും ഈ പുതിയ കാലത്ത്. നമ്മുടെ ഭാഷയാണോ പറയുന്നത്? ഈ ഒന്ന് രാഷ്ട്രീയവും വായനയും എന്ന് പറയുമ്പം നമ്മൾ രാഷ്ട്രീയം എന്നതിനപ്പുറം രാഷ്ട്രത്തെക്കുറിച്ചുള്ള അവബോധം എന്നുള്ള അർത്ഥത്തിലാണത് എടുക്കുന്നതെങ്കിൽ നമ്മുടെ വായന ശരിക്കും ഈ രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ അന്തർധാരകൾ ഇതെല്ലാം പഠിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പ്രയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. ചിലപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വായിച്ചിട്ടും വായനക്കപ്പുറമുള്ളതായിരിക്കും നമ്മൾ പ്രയോഗിക്കുക. കാരണം ഈ വായനയിലൊന്നും നമ്മൾ കാണാത്തൊരു ഭാഷ ഇപ്പോൾ രാഷ്ട്രീയം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഷ നമ്മൾ എവിടുന്ന് കടമെടുത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായനയിൽ നിന്നല്ല എന്നുള്ളത് 100% ഉറച്ചൊരു കാര്യമാണ്. അപ്പം നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു പുതിയ ഭാഷ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്
ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് അതായത് എനിക്ക് നമ്മൾ പറയില്ലേ ഓവർ ഈസ് ദ ന്യൂ നോർമൽ എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തല പരിശോധിപ്പിക്കണം, അവൻ്റെ തലമണ്ടയ്ക്കിട്ട് ഒന്ന് കൊടുക്കണം, അവനെ വലിച്ചീറി ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞാലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അതായത് വിയോജിപ്പാണെന്നുണ്ടെങ്കിലും വായന ഉണ്ടെങ്കിൽ അത് സംസ്കാരത്തോടു കൂടി തന്നെ പറയാൻ കഴിയും. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ വായനയുടെ പ്രയോജനം എവിടെ പോകുന്നുണ്ട്? അല്ല, അത് ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാവരും ഇപ്പം രാജീവ് അസംബ്ലിയിൽ അദ്ദേഹം ഉപയോഗിക്കുന്നൊരു ഭാഷയുണ്ട്. ഞാൻ പറയുന്നു ആ ഭാഷ അദ്ദേഹം, ആ സംസ്കാരം അദ്ദേഹം ആർജിച്ചിട്ടുള്ളത് വായനയിലൂടെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ആഴത്തിലുള്ള വായന സത്യത്തിൽ ഗുണകരമായ പ്രതിഫലനം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു സംശയം, അതിനപ്പുറം നമ്മളൊരു പുതിയ ഭാഷ സൃഷ്ടിക്കുകയും മറ്റുള്ളവനെ ശരിക്കും ഏത് രീതിയിലാണ് നമുക്ക് അപമാനിക്കാൻ സാധിക്കുക എന്ന് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും നീചമായ വാക്കുകൾ തേടിപ്പോകും. അത് ചിലപ്പം നിഘണ്ടുവിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ കണ്ടുവെന്ന്. അതെ. അപ്പോൾ ഈ ഭാഷയുടെ കാര്യം നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരും. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പുതിയ കാലത്ത് ഒരു ജനപ്രതിനിധിയെ ആളുകൾക്ക് വേണ്ടത് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. വ്യക്തിപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം അവരുടെ വിവാഹ ചടങ്ങിൽ ഒരു സാന്നിധ്യം, ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നു, പിന്നെ കുറച്ച് ശുപാർശയ്ക്കും വേണം. അപ്പോൾ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുമ്പോൾ മന്ത്രി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ MLA വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ നിയമസഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാത്ത MLA മതി എന്ന് പറയും ജനം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെ വായിക്കും എന്നുള്ളതാണ്. അതൊരു അതിലളിതവൽക്കരണമാണ്. നമുക്ക് സമയം നമ്മൾ തന്നെ കണ്ടെത്താണല്ലോ. അല്ല, ആൾ വരുന്ന സമയത്ത് നമ്മൾ പുസ്തകം എടുത്ത് വായിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകും, അപ്പോൾ ചിലപ്പോൾ ഒരാൾ വരും, അപ്പോൾ പിന്നെ പുസ്തകം അടച്ചു വയ്ക്കും, അയാളോട് സംസാരിക്കും. അതിലൊരു പ്രശ്നം ഇവിടെ ജോണി പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെയുള്ളത് വരുന്നു വാചകങ്ങൾ. അതിൽ ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്തിൻ്റെ സൗകര്യം നിങ്ങൾ ഒന്നിനെ ഈ കമ്പാർട്ട്മെൻറ്റായിട്ട് കാണരുത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച പല സംരംഭക മീറ്റിങ്ങിൽ പങ്കെടുത്തു. അവരോട് ഞാൻ ചോദിച്ചു, ഈ നിയമസഭയിൽ പ്രധാനമായും ചർച്ച ചെയ്ത് നിങ്ങളെ സംബന്ധിച്ച് എന്താണുള്ളത്? ആരും കൈവക്കിയില്ല. കാരണം നിങ്ങളാരും മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. കാരണം 2 നിയമങ്ങൾ സംരംഭകർക്ക് വേണ്ടി മാത്രം പാസ്സാക്കി. അത് അവർ പോലും അറിയുന്നില്ല. അറിയാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ MLA സംസാരിക്കുമ്പോൾ തന്നെ പഴയതുപോലെ ഒടുക്കിൽ സംസാരിക്കുന്നില്ല. അത് ഭാഷയുടെ ഒരു ഒതുക്കമില്ലാത്തതുകൊണ്ടല്ല, കട്ട് ചെയ്യാൻ സമയം വേണ്ടേ, റീലിന് വേണ്ടിയുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സംസാരിക്കുക. അപ്പോൾ അല്ലാതെ നമ്മൾ തുടർച്ചയായി ഞങ്ങൾക്ക് ഒഴുക്കി സംസാരിക്കുകയാണെങ്കിൽ എവിടെ കട്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കും. അപ്പോൾ നിങ്ങളേതാ കൊടുക്കുക? നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇവർ പറയും, ഞങ്ങൾ ഇന്നൊരു പഞ്ച് പറയുന്നുണ്ടെന്ന് പറയും. ഈ പഞ്ച് ഡിക്ഷണറിയിൽ ഇല്ലാത്തതായിരിക്കും. അതായിരിക്കും ന്യൂസ് അവർ ചർച്ചയ്ക്ക് വരിക. അല്ല, അതിപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളുടെ പുതിയ പ്രവണതകൾ നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് കാര്യവും വളരെ പ്രസക്തമായ ഒന്നല്ലേ. ഇപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടി പറഞ്ഞ്, മുസ്ലിം ലീഗിൻ്റെ MLA ആയിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി പറഞ്ഞു, ഞാൻ വായിച്ചതുകൊണ്ട് MLA അല്ലാതായി എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ആളുകളുടെ ഒരു മനോഭാവമാണത് സൂചിപ്പിക്കുന്നത്. മുനീർ സാഹിബിന് ഒരു പക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കും അത്. അദ്ദേഹം വായിച്ചുകൊണ്ടാണ് ഇത്രയും കാലം MLA ആയത് അല്ലേ? അദ്ദേഹം അതിനപ്പുറം ഒരു വലിയ സൗഹൃദമുണ്ടാക്കിയതും വലിയൊരു നിലയിൽ ആളുകളുമായി സംവദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതോ അദ്ദേഹത്തിൻ്റെ വായന കൊണ്ട് തന്നെയാണ്. കാരണം പരിസ്ഥിതിയെ സംബന്ധിക്കുന്നതായാലും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിഷയങ്ങളായാലും ഒക്കെ അദ്ദേഹം അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പരന്ന വായനയാണ്. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിനെ കുറിച്ച് ഇത്ര അധികം ആഴത്തിൽ വായിച്ച വേറൊരു വ്യക്തി കുട്ടി അഹമ്മദ് കുട്ടിയെ പോലെ ഉണ്ടാവില്ല. ഇവിടെ ശ്രീ രാജീവ് പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് പറയില്ല. ഇപ്പം നിയമസഭയിൽ ഞങ്ങൾ പഠിച്ച് ഒരു വിഷയം അവതരിപ്പിച്ചു എന്ന് വെക്കുക. ആ വിഷയത്തിനെ മറികടക്കുന്ന ഒരൊറ്റ വാക്ക് ഏതെങ്കിലും ഒരു MLAയിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ തലക്കെട്ട് അതിനെ പോവുള്ളൂ. ഞങ്ങൾ 2 മണിക്കൂർ എടുത്ത് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ഇടപെടലുകളും ചിലപ്പം നിഷ്പ്രഭമായി പോവുകയും ഈ വ്യക്തി പറഞ്ഞിട്ടുള്ള 1-2 വാക്കുകൾ മാത്രം തലക്കെട്ടായി മാറുകയും ചെയ്യുമ്പോൾ എന്ത് തോന്നും വായിക്കുന്ന രാഷ്ട്രീയക്കാർക്ക്? വായിച്ചിട്ട് എന്താ കാര്യം? 2 തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പത്രത്തിൻ്റെ താളുകളിൽ വരൂ എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഒരു കാലത്തിൻ്റെ കൂടി വ്യത്യാസം നമ്മൾ കാണണം.
ജനങ്ങളും എന്താണ് നോക്കുന്നത്? ഇങ്ങനെയുള്ള പഞ്ച് ഡയലോഗ് പറയുന്നവർ ഒരു ഹീറോ ആയി മാറുന്ന ഒരു കാലത്ത് സത്യത്തിൽ ആ കാലത്തിനും അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ചിലൊരു ഇതിൻ്റെ ഒരു അർത്ഥം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഒരു തിരുത്തൽ പ്രക്രിയ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പിഴവുകൾ ഈ സർഗാത്മക സാഹിത്യകാരന്മാർ ചൂണ്ടിക്കാണിക്കുക, അവരുമായിട്ട് സംസാരിക്കുക, എന്നിട്ട് അങ്ങനെ തിരുത്തൽ വരുത്തുക. ഇപ്പം OV വിജയൻ EMS കാണാൻ ചെന്ന അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം കൊടുക്കാൻ, അപ്പോൾ EMS പറഞ്ഞു ഞാനത് മുമ്പേ വായിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് അവർ തമ്മിൽ അതിൻ്റെ ആ പുസ്തകത്തിലെ ആശയം ചർച്ച ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നില്ല എന്ന് മാത്രമല്ല, സാഹിത്യകാരന്മാർക്ക് എഴുത്തുകാരെ നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ വലിയ വിലമതിക്കുന്നതായിട്ടും തോന്നുന്നില്ല. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടില്ലേ? അല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾ നിരന്തരം സാഹിത്യകാരന്മാരായിട്ട് സംവദിക്കുന്നവരാണ്. വിമർശനങ്ങൾ പറയുന്നുണ്ട്, അഭിനന്ദിക്കാൻ വിളിക്കാറുണ്ട്, അവർ ഞങ്ങളെയും വിളിക്കാറുണ്ട്. ഇത് ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രത്യേക, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു, ചിലപ്പോൾ ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഒരു അവബോധമാണ് രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഒരു കഥ, ഇപ്പോൾ ഇന്നലെ എഴുത്തച്ഛൻ അവാർഡ് നിങ്ങളുടെ NS മാധവനാണല്ലോ കിട്ടിയത്. അപ്പോൾ ജൂലിയറ്റിൻ്റെ ആ പേന കൊണ്ടുള്ള വെട്ട്, തർക്കമന്ദിരം വെട്ടി ബാബറി മസ്ജിദ് എന്ന ഒറ്റ ആ ഒരു ഭാഗം, അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങൾ അതിനേക്കാൾ ശക്തമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കെങ്ങനെ, എൻ്റെ പേര് തന്നെയാണ് എൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും. ഞാൻ പ്രമീള ഗോഖലെ, മഹാരാഷ്ട്ര, ചിത്വൻ ബ്രാഹ്മണ എന്ന് പറയുന്ന ആ വാചകം ഈ കാലത്ത് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ പൗരത്വ ഭേദഗതിക്കെതിരെ നടത്തുന്ന എത്രയോ സമരങ്ങളെക്കാൾ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സർഗാത്മകതയ്ക്കകത്തുള്ള രാഷ്ട്രീയം അത് ഞങ്ങൾക്ക് കുറേ കൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിനും കുറേ കൂടി സഹായകരമാകുന്നതാണ്. ഈ ജീവിക്കുന്ന കാലത്തെ വായിച്ചെടുക്കാൻ, പ്രതിരോധം തീർക്കാൻ ഒക്കെ സഹായകരമാകും. പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായെങ്കിലും നിങ്ങളെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു സംശയം എന്ന് വെച്ചാൽ, നേരത്തെ ഈ സർഗാത്മകതയിലെ ഒരു നർമ്മബോധം, ആ നർമ്മബോധത്തെ ഉൾക്കൊള്ളൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് വാജ്പേയിയെ ഒരു യോഗത്തിൽ സ്വാഗത പ്രസംഗം പറഞ്ഞു. അദ്ദേഹം എന്താണ് ഒരു ബ്രഹ്മചാരിയുമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാജ്പേയി പറഞ്ഞു ഞാൻ ബ്രഹ്മചാരിയൊന്നുമല്ല എന്ന് അദ്ദേഹം അവിടെ വെച്ചിട്ട് തന്നെ പറഞ്ഞു. ഇപ്പം ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്നേഹിച്ചൊരു സ്ത്രീയെ, അതായത് കുടുംബത്തെ തന്നെ ദത്തെടുത്ത് അദ്ദേഹം വീട്ടിൽ പാർപ്പിച്ചു. അപ്പോൾ അത് വളരെ സത്യസന്ധമായ ഒരു പ്രസ്താവനയായിരുന്നു. ഇന്നത്തെ ബാച്ചിലറും ബ്രഹ്മചാരി എന്ന് പറഞ്ഞപ്പോൾ ബാച്ചിലറാണ്, പക്ഷെ ബ്രഹ്മചാരി അല്ല എന്നാണ് അത് പറഞ്ഞത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങനെ ആർജവത്തോടു കൂടി പറയാനായിട്ട് കഴിയുമോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് എടുക്കുക? അറിയാതെ തന്നെ എന്തെങ്കിലും വായെന്ന് വീണാൽ അതേവരെയുള്ള രാഷ്ട്രീയ ജീവിതം നിങ്ങൾ റദ്ദാക്കുന്നൊരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും നാക്കുപിഴ പറ്റിയെന്ന്, പിന്നെ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മായാ പ്രപഞ്ചത്തിലേക്ക് ആളെ കൊണ്ടുപോകാം. അപ്പം അതേവരെ നടത്തിയ ത്യാഗം, പോരാട്ടം, ജീവിതം എല്ലാം റദ്ദാക്കപ്പെടും. നിങ്ങൾ റേറ്റിങ്ങിലെ നോക്കുക. ഞങ്ങൾ എടുക്കുന്നത് മാത്രമാണ് മന്ത്രി പറയുന്നത്. എതിർപക്ഷം, കാരണം നിങ്ങളിപ്പോൾ രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരാണ്, എതിർപക്ഷം എങ്ങനെ അതിനെ ഉപയോഗിക്കും എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? അതൊരു ഭാഗം തന്നെയാണ്. ഈ പഴയതുപോലെയുള്ള അത്തരം കാര്യങ്ങളിൽ പരസ്പര ആദരവോടുകൂടി വിയോജിക്കുക, ഇതെല്ലാം നാം ഓരോ കാലത്തെയും പ്രവർത്തനങ്ങൾ വായിക്കുന്നത് ആ കാലത്തോട് ചേർത്തിട്ടായിരിക്കും. ഇപ്പോൾ സാങ്കേതികവിദ്യ മാറി, പുതിയ മാറ്റങ്ങൾ വരുന്നു, മാധ്യമ രീതി മാറുന്നു, രാഷ്ട്രീയ പ്രവർത്തന രീതി മാറുന്നു, അൽഗരിതങ്ങൾ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ രീതിയിലേക്ക് മനുഷ്യൻ പതുക്കെ സമൂഹം മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ പുതുക്കണം? അത് കുറേ കൂടി മാനവികമാകണോ അതോ ഇതിൻ്റെ താളത്തിനകത്ത് പോകണോ? ഇതൊരു വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിയെ നമ്മൾ നേരിടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പരസ്പരം ഉൾക്കൊള്ളലുകൾ, ജോണി പറഞ്ഞത് ശരിയാണ്, പഴയതുപോലെ നിലനിൽക്കുന്നില്ല. അത് രാഷ്ട്രീയക്കാർ തമ്മിലും, രാഷ്ട്രീയവും മാധ്യമക്കാരും തമ്മിലും, രാഷ്ട്രീയവും സാഹിത്യകാരും തമ്മിലും. 100% ശരിയാണ്. മുനീർ സാഹിബ് ഇപ്പോൾ CH മുഹമ്മദ് കോയയുടെ മകൻ കൂടി ആയതുകൊണ്ടും അത് കൂടുതൽ അറിയാം. ആ കാലത്ത് വന്ന അദ്ദേഹം എത്രത്തോളം തമാശകൾ പറഞ്ഞ ആളാണ്. അതെ, തമാശ എന്നതിനപ്പുറം ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ക്യുസാറ്റിൻ്റെ ബില്ല് അവതരിപ്പിച്ച എൻ്റെ പിതാവാണ്. അന്ന് ജോസഫ് മുണ്ടശ്ശേരി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചോദിച്ചു, ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ആരെയാണ് VC ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുക? അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ആക്കും എന്ന്.
അങ്ങനെ ജോസഫ് മുണ്ടശ്ശേരിയെയാണ് ക്യുസാറ്റിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായി എൻ്റെ പിതാവ് നിയോഗിക്കുന്നത്. അപ്പോൾ ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം നമ്മൾ കഴിവുകളെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒന്ന് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത ഒരവസ്ഥയിൽ തനിയെ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ വായന പോലും നിഷ്പ്രഭമാകുന്ന, റദ്ദാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്. ചില കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട് കൂടി പറയണമല്ലോ. ഇപ്പോൾ ജനവിധി എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ അതിനെ നമ്മൾ മാനിക്കണ്ടേ. ഉദാഹരണത്തിന് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കുക എന്നൊരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ ആര് പ്രതിപക്ഷത്തിരുന്നാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി ആയാലും പിണറായി വിജയനാണെങ്കിലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെയോ അല്ലെങ്കിൽ സൗത്ത് ബ്ലോക്കിൻ്റെയോ ഓട് പൊളിച്ച് അവിടെ വന്നതല്ല. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒരു വാക്ക് അവരെക്കുറിച്ചിട്ട് അവർ 5 വർഷമോ 10 വർഷമോ ഭരിച്ചു കഴിഞ്ഞാൽ ഒരു വാക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ നല്ലതാണെന്നൊരു വാചകം പറഞ്ഞാൽ ആ പറയുന്ന ആളുടെ രാഷ്ട്രീയ കരിയർ തന്നെ തീരുന്നത് പോലെ ഒരു അവസ്ഥയില്ലേ ഇപ്പോൾ? അതല്ല, ഒന്ന് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു വാച്ച് ഡോഗ് പോലെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അപ്പുറത്ത് വരുന്ന പാളിച്ചകളെ ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഒപ്പോസിഷൻ്റെ ജോലി. പക്ഷേ അതേസമയം നമ്മൾ നിയമസഭയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും എല്ലാവരും ഒന്നിച്ചു നിന്ന് അത് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കുകയും. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. കാരണം അവിടെ BJP ഭരിക്കുന്നത് കൊണ്ട് അത് ഓക്കെയാണ്. എന്നാൽ ഞാനൊന്ന് മുനീർ സാഹിബിനോട് ചോദിക്കട്ടെ, വലിയ സുഹൃത്തല്ലേ ഇവിടെ ഇരിക്കുന്ന P. രാജീവ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് 1ാം സ്ഥാനം കിട്ടി. എന്നാൽ പിന്നെ ഒന്ന് P. രാജീവിനെ ഒന്ന് അനുമോദിച്ചുകൂടെ? അത് ഞാൻ പറയുന്നത് ചെയ്താലും മതി. അതല്ല, അത് അംഗീകരിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നതിന് ഒരു മടിയും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അത് രാജീവിൻ്റെ പരിശ്രമമായി നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ അംഗീകരിക്കുന്നു. അപ്പം അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഒരു ദുരുദ്ദേശപൂർവമല്ല എന്ന് കരുതാനുള്ള മനസ്സ് അദ്ദേഹത്തിനും ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഉണ്ടോ രാജീവ്? വിശേഷണം വളരെ പ്രസക്തമാണ്. ദുരുദ്ദേശത്തോടെ അല്ലാതെയുള്ള ഏത് വിമർശനത്തെയും ക്രിയാത്മകമായി സ്വീകരിക്കുന്നതിൽ യാതൊരു മടിയുമില്ല. പിന്നെ അതിൽ ഞാൻ തന്നെ സഭയിൽ പറഞ്ഞല്ലോ, ഈ ഈസ് ഓഫ് ഡൂയിങ്. അപ്പം ഞാൻ പിന്നെ മന്ത്രി കൊള്ളാം, അല്ലെങ്കിൽ വകുപ്പ് കൊള്ളാം, മുഖ്യമന്ത്രി കൊള്ളാം, ഗവൺമെൻറ് കൊള്ളാമെന്നല്ല, കേരളം ഇതാ റെഡിയായിരിക്കുന്നു. അതാണ് നമ്മൾ ഒന്നിച്ച് പറയേണ്ട ഭാഗം. ഇതാണ് ഞാൻ സഭയിൽ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ചർച്ചയുടെ ഈ വളരെ തന്മയത്വമുള്ള മോഡറേറ്ററാണല്ലോ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ വായനയുടെ രാഷ്ട്രീയത്തിലും ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ വായനയിലേക്ക് വിഷയങ്ങൾ വഴിതിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും വളരെ കൗതുകകരമാണത്. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ദുരുദ്ദേശപരം എന്നൊക്കെ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് വ്യക്തിബന്ധത്തിലും ഈ നറേറ്റീവിലും ഒക്കെ ഒരു ആർജവം കഴിയുമല്ലോ എന്ന അർത്ഥത്തിലാണ്. ഇപ്പം ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന് 1974 ജയപ്രകാശ് നാരായണൻ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ ഒരു യുദ്ധമെന്നതുപോലത്തെ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന സമയത്ത് ജയപ്രകാശ് നാരായണൻ്റെ വീട്ടിലെ പഴയ ചില രേഖകൾ അടുക്കി വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായികൾ ഈ കമലാ നെഹ്റു ജയപ്രകാശ് നാരായണൻ്റെ ഭാര്യ പ്രഭാവതിക്ക് അയച്ച കുറച്ച് കത്തുകൾ കാണുന്നു. അപ്പോൾ അത് പുറത്ത് ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ നെഹ്റു കുടുംബത്തിലെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതുണ്ട്. അത് പുറത്തു പോയാൽ മോശമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട ജയപ്രകാശ് നാരായണൻ തന്നെ, അതായത് ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ പ്രസ്ഥാനം നയിക്കുന്ന ജയപ്രകാശ് നാരായണൻ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൊണ്ടുപോയി അത് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് മറ്റാരുടെ കയ്യിലും എത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ തരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി കൂടെ പറയുന്നു, നിങ്ങൾക്ക് ഈ സമരത്തിൻ്റെ ആ വീര്യം കുറച്ചുകൂടെ. അപ്പോൾ ജയപ്രകാശ് നാരായണൻ പറയുന്നു, അത് വേറെ കാര്യം. എനിക്കെൻ്റെ വിശ്വാസങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും, നിങ്ങളോടുള്ള രാഷ്ട്രീയ സമീപനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും വ്യക്തിപരമായിട്ട് അവർക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിലാണെങ്കിലും എത്തിക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ ചൈനീസ് ചാരന്മാരെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ജയിലിൽ പിടിച്ച് ഇടുന്ന സമയമുണ്ടായിരുന്നു. AKG തൃശ്ശൂർ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ AKGയെ കാണാൻ ചെന്ന AKGയുടെ ഭാര്യ സുശീല ഗോപാലനെയും മകൾ ലൈലിയെയും കൂടെ തന്നെ ജയിലിലാക്കുന്നു. അപ്പോൾ AKG
അവിടെ നിന്ന് സുശീല ഗോപാലൻ പറയുന്നു, ഒന്നുകിൽ എന്നെ AKGക്കൊപ്പം താമസിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ അന്ന് ഗൗരിയമ്മ തിരുവനന്തപുരത്തെ ജയിലിലുണ്ട്, എന്നെ തിരുവനന്തപുരത്തേക്ക് വിടണം. അവിടെ എന്നിട്ട് സമരം, അവിടുത്തെ വനിതാ ജയിലിൽ സമരം ചെയ്യുന്നു. അവസാനം അവരെ തിരുവനന്തപുരത്ത് ജയിലിലേക്ക് അയക്കുന്നു, സുശീലയെ. AKG ഇത് ഒരു കത്തയച്ചു ലാൽ ബഹദൂർ ശാസ്ത്രിക്ക്, അന്നത്തെ പ്രധാനമന്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി ഉടൻ തന്നെ കേരള ഗവർണറെ വിളിക്കുന്നു. എന്നിട്ട് AKGക്കൊപ്പം ഒരേ ജയിൽ മുറിയിൽ തൃശ്ശൂരിൽ കഴിയാൻ സുശീല ഗോപാലന് ലൈലയ്ക്കും അനുമതി കൊടുക്കുന്നു. അന്നേരം അവർ അത് ഇവരെ ജയിലിലിട്ട ഗവൺമെൻറ് തന്നെയാണ് അത് ചെയ്യുന്നത് ഓർക്കണം. അതായിരുന്നു അവിടെ. നിലപാടുകളിൽ ഒരു മാറ്റവും വരുന്നില്ല, പക്ഷേ ഒരു എത്തിക്സ് അവിടെ ഉണ്ട്. ഇപ്പോൾ ആ എത്തിക്സ് ഉണ്ടോ? അല്ല, ഞാൻ അത് എത്തിക്സ് ആപേക്ഷികമാണ് ജോണി. നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ജോണി പറയുന്ന ഒരു നിലപാടിനോട് വിയോജിക്കുന്നു ശക്തമായി എന്ന് കരുതിയാൽ അത് ആ പ്രശ്നത്തോടുള്ള സമീപനമാണ്. ജോണി ലൂക്കോസ് എന്ന ആ വ്യക്തിയോടുള്ള സമീപനമല്ല. നമ്മൾ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്നത് ആ പ്രശ്നത്തോടാണ്. ആ പ്രശ്നത്തോട് നിങ്ങൾ എങ്ങനെ വിയോജിക്കുന്നു? ആദരവോടുകൂടി വിയോജിക്കാം, അല്ലാതെ വിയോജിക്കാം. അപ്പം ആദരവോടുകൂടി വിയോജിക്കാമുള്ളത് ഒരു പൊതുവെ നമ്മുടെ നാട്ടിൽ നേരത്തെ എല്ലാം ശക്തമായി വന്നിരുന്ന രീതിയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തിലെ ബന്ധങ്ങളിൽ മാറ്റം വരുന്നു. ഈ ബന്ധങ്ങളിലെ മാറ്റങ്ങളെല്ലാം പഴയ പോലെയല്ല. നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും അവരവരിലേക്ക് ചുരുങ്ങുന്നു, അന്നത്തേക്ക് മാത്രം ജീവിക്കുന്നു, വർത്തമാനത്തെ മാത്രമാണ്. ഭൂതം പ്രശ്നമല്ല, ഭാവി പ്രശ്നമല്ല. നല്ലൊരു വിഭാഗം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്നലെ നമ്മൾ എത്തിക്സിനെ നിർവചനം ചെയ്ത പോലെ അല്ല ഇന്ന് എത്തിക്സ് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ. എല്ലാത്തിലും മാറുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കും. അവരെ മറികടന്ന് ശരിയായ രൂപത്തിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കാൻ ഇപ്പം ഞങ്ങളിപ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ശക്തമായി പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്ത് കോഫി ഹൗസിൽ പോയി ഒരു ചായയും ഇത് കഴിച്ച് വർത്തമാനം പറഞ്ഞ് ആ പറഞ്ഞതിലുള്ള ബാക്കി എന്തെങ്കിലും സൗഹൃദത്തോടുകൂടി പറഞ്ഞ് പിരിയുന്നവർ തന്നെയാണ്. അതെ, പക്ഷേ കാഴ്ചക്കാർക്ക് വേണ്ടി മറ്റൊരു മുഖം കൊടുക്കാൻ നിർബന്ധിതരാവുന്നില്ല ഇപ്പോഴത്തെ എത്തിക്സ് വെച്ചിട്ട്. അതല്ല, അതാണ് പ്രശ്നം. അവിടെ വിയോജിച്ചത് ആ പ്രശ്നത്തോടെയാണ്. നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ വിയോജിച്ചു എന്നാണ്. മുനീറും P. രാജീവും തമ്മിൽ ഏറ്റുമുട്ടി. മുനീർ ഉന്നയിച്ച പ്രശ്നത്തോട് രാജീവിൻ്റെ ഒരു പ്രതികരണം വരുന്നു. ആ പ്രതികരണത്തോട് അദ്ദേഹത്തിന് ഇതാണ് കേട്ടോ, നിങ്ങളപ്പോഴും തന്നെ നിങ്ങൾ ഏറ്റുമുട്ടിയെന്നായി. ഇതന്നെ പ്രശ്നം. ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങളുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിട്ട് എൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാടാവുകയോ അദ്ദേഹത്തിൻ്റെ നിലപാട് എൻ്റെ നിലപാടാവുകയോ ചെയ്യില്ല. മുനീർ സാഹിബ് എങ്ങനെയാണ് ഈ എത്തിക്സ് വന്ന മാറ്റത്തെ അടയാളപ്പെടുത്തുന്നത്? അല്ല, ഈ രാജീവ് പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ അകത്ത് ഈ പറയുന്ന വിഷയത്തോടാണ് ഓരോ വ്യക്തികളും പ്രതികരിക്കുന്നത്. രാജീവ് ഉന്നയിക്കുന്ന ഒരു വിഷയത്തെയാണ് നമ്മൾ എതിർക്കാൻ ശ്രമിക്കുന്നത്, അല്ലാതെ രാജീവ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ലല്ലോ. കാരണം ആ സൗഹൃദം നമുക്ക് ഇതിൻ്റെ പുറത്തിറങ്ങിയാലും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം. അതിനകത്ത് തന്നെ ആ സൗഹൃദം നിലനിർത്താൻ കഴിയണം. അതാണ് രാഷ്ട്രീയം. പക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇതിനകത്ത് നമ്മൾ കാണുന്നത് പിന്നെ കാലാകാലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോഴെങ്കിലും വാക്തർക്കങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാജീവും മുനീറും കൊമ്പ് കോർത്തു എന്നാണ് വരിക. രാജീവ് ഉന്നയിച്ച വിഷയവും ഞാൻ എടുത്ത് പിന്നെ പ്രതികരിക്കാൻ ശ്രമിച്ച വിഷയവുമല്ല. രാജീവും മുനീറും കൊമ്പ് കോർത്തു എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ക്യാൻറ്റീനിൽ ഒരുമിച്ചിരിക്കുമ്പം പൊതുസമൂഹത്തിന് ഇവർക്ക് പിന്നെ എങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നു എന്നൊരു അത്ഭുതമായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അവരനെക്കുറിച്ചുള്ള ഒരു കരുതലാണ്. അതാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ അപ്പം വായന എന്ന് പറയുന്നതും ആ സംസ്കാരത്തിലേക്കാണ് ശരിക്കും സംഭാവന ചെയ്യുന്നത്. പക്ഷെ രാഷ്ട്രീയം ഈ അപരവൽക്കരണം ഇല്ലാതെ നടക്കില്ല. കാരണം രാഷ്ട്രീയം, ഇപ്പം ഞാനൊരു പ്രസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അപരനാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ രാഷ്ട്രീയം നടക്കത്തുള്ളൂ. അതിൻ്റെ അടിസ്ഥാനം തന്നെ ഈ അപരവൽക്കരണമാണ്. അപ്പോൾ എനിക്ക് സംശയം, ഇപ്പോൾ രാജീവിൻ്റെ പാർട്ടി വർഗശത്രു മക്കളെ എങ്ങനെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഞാൻ പറയുകയാണ്, അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. അപ്പോൾ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു സാധാരണ കർഷക തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, ഒരു ചെത്തുകാരൻ, അവരും വർഗശത്രുവിൻ്റെ ഭാഗത്തല്ലേ പെടുന്നത്? അതെങ്ങനെയാണ്? ഇതെല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു അതിലളിതവൽക്കരണ ഈ അപരനോടുള്ള സമീപനം. ഇപ്പോൾ രമണ മഹർഷിയോട് ശിഷ്യൻ ചോദിച്ചു, അപരനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം? അപ്പോൾ രമണ മഹർഷി മറുപടി പറഞ്ഞു, അതിന് അപരനില്ലല്ലോ. എന്നുവെച്ചാൽ അത് വല്ലാത്തൊരു ഇതാണ്. എന്നുവെച്ചാൽ എല്ലാം ഒന്നിലാണ്, ഞാനും നിങ്ങളും ഒന്നാണെന്നൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. ഈ അപരവൽക്കരണം അത്
മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമായി തന്നെ വന്നു ചേർന്നിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇപ്പോൾ വേറൊന്ന് ഞങ്ങൾ അവരുടെ വർഗശത്രുവായി കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് ഒരു തൊഴിലാളി വർഗത്തിനെതിരായിട്ടുള്ള ഒരു വർഗത്തിൻ്റെ അത് ശത്രുവർഗമായിരിക്കുമല്ലോ, അതിൻ്റെ രാഷ്ട്രീയത്തെ അവർ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് തരത്തിൽ നോക്കാം. അപ്പുറത്തല്ലല്ലോ അവർ നിൽക്കേണ്ടത്, അവർ ഞങ്ങളുടെ കൂടെ വരേണ്ടവരാണല്ലോ വർഗപരമായി നോക്കിയാൽ. അതുകൊണ്ട് ശത്രുതയില്ലാതെ അവരുടെ രാഷ്ട്രീയത്തെ തുറന്നെതിർക്കുകയും അവരെ ഞങ്ങളോടൊപ്പം കൊണ്ടുവരാൻ. ഇപ്പം നമ്മൾ സിനിമ വായിച്ചെടുക്കുക, ചിലരിപ്പോൾ സിനിമ കണ്ടിട്ട് പറയും ഓ ഈ സിനിമ ഇങ്ങനെയാണ്, അപ്പം നമ്മൾ പറയും ആ സിനിമ അങ്ങനെയല്ല ഇങ്ങനെയാണ്. എന്നിട്ടോ സിനിമ നമ്മൾ രണ്ടുപേരും കാണുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ നോക്കുമ്പോൾ ആ സിനിമയെ എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടോട് ചേർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ കൃതിയെ എങ്ങനെ ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ ഞങ്ങൾ ടോൾസ്റ്റോയി കടുത്ത പ്രഭു കുടുംബത്തിൽ വർഗശത്രുവാണ്, നിങ്ങൾ പറഞ്ഞ ആ വർഗശത്രുവാണ് അന്ന് റഷ്യയിൽ. ടോൾസ്റ്റോയുടെ കൃതിയെ ലെനിൻ പറഞ്ഞു റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടിയാണ്. എന്നുവെച്ചാൽ ആ കൃതികൾ വായിച്ചാൽ റഷ്യൻ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. നമ്മൾ അസ്വസ്ഥമാകും, ഉലയുമ്പോൾ മാറ്റം ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഒപ്പം വരും. വർഗശത്രുവാണ് അദ്ദേഹം എന്നുള്ള അദ്ദേഹത്തിന് നിന്നിട്ടല്ല ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. മുനീർ സാഹിബിന് കാര്യം പിടികിട്ടിയല്ലോ. അതായത് അപ്പുറത്ത് നിൽക്കുന്നവർ ഞങ്ങളുടെ കൂടെ വരേണ്ടവരാണ്, ഞങ്ങളുടെ കൂടെ വന്നാൽ അതിനൊരു ശുദ്ധി ഉണ്ടാവും എന്നുള്ളതാണ്. അതല്ല ഐഡിയോളജി എന്ന് പറയുന്നത്. ശരിക്കും ഓരോ പ്രസ്ഥാനവും അവരുടെ ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കുകയാണല്ലോ. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കും. അപ്പോൾ ഇപ്പുറത്തുള്ള ഐഡിയോളജി ആ ഐഡിയോളജിയുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുകയും എൻ്റെ ഐഡിയോളജിയാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ ഞാൻ അപ്പോൾ വായനയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ വായിക്കുമ്പം എൻ്റെ ഐഡിയോളജിയെ ശക്തിപ്പെടുത്തുന്ന എന്തുണ്ട് ഈ വായനയിൽ നിന്ന് കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ രാജീവിൻ്റെ ഐഡിയോളജിയെ എങ്ങനെ, അത് ഏത് പുസ്തകം വായിക്കുമ്പോഴും, ഇപ്പം EMS നമ്പൂതിരിപ്പാട് മിക്ക പുസ്തകങ്ങളും അദ്ദേഹം വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിക്ക് അനുസൃതമായി അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യയശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ അത് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മഹാരഥന്മാരായ നേതാക്കന്മാരും അവരുടെ ഐഡിയോളജിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അത് സമ്മതിക്കുന്നു, അത് സ്വാഭാവികമാണെന്നുള്ളത് ശരിയാണ്. ഇപ്പം ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പറയും കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെ സാധൂകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇൻ്റർനെറ്റിൽ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ വായന തിരഞ്ഞെടുക്കുന്നതും അങ്ങനെയാണ്. ഞാൻ ഇപ്പം തന്നെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സാധൂകരിക്കാൻ, അതൊന്നും കൂടെ ഉറപ്പിക്കാനാണ്. പക്ഷെ അതെങ്ങനെയാണ് ഒരു തുറന്ന മനസ്സോടുള്ള വായനയാവുന്നത്? ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗം അറിയാൻ വേണ്ടി വായിക്കുമ്പോഴല്ലേ ഈ വായന തുറന്നതാവും. ഈ വായിക്കുന്നതോടുകൂടി നമ്മുടെ പല ധാരണകളും മാറുള്ളൂ. ഇപ്പം ഞാൻ ഈ നെക്സസ് ഇപ്പോൾ വരുമ്പോൾ വായിച്ചൊരു ഭാഗം, സാധാരണ ഞങ്ങളും പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ് റിയാലിറ്റി, സബ്ജക്റ്റീവ് റിയാലിറ്റി. ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. നമുക്ക് അറിയാം, നമ്മൾ ചിന്തിച്ചല്ലേ ഇവിടെയുണ്ട്. ഒരു വേദന എന്നുള്ളതൊരു സബ്ജക്റ്റീവാണ്, നമുക്ക് തോന്നണം. എന്നിട്ട് ഇതല്ലാതെ ഒരു ഇൻ്റർ സബ്ജക്റ്റീവായിട്ടുള്ളൊരു റിയാലിറ്റി ഈ ഫീച്ചറുകൾ, കഥകൾ, മാധ്യമങ്ങൾ വഴി നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക തരത്തിലുള്ള നിർമ്മിതി. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് തന്നെയാണോ വസ്തുത? സത്യം വസ്തുത, ഇത് സത്യം എല്ലാ വസ്തുത ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതിനകത്ത് എടുത്താൽ സത്യം തന്നെയായിരിക്കും. പക്ഷെ സത്യത്തിൽ എല്ലാ വസ്തുത ഉണ്ടാവില്ല, പക്ഷെ സത്യം തന്നെയായിരിക്കും. ഇപ്പോൾ ജോണി ലൂക്കോസ് നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ സത്യമാണത്, പക്ഷെ എല്ലാ വസ്തുത ഉണ്ടാവില്ല എനിക്ക്. അപ്പോൾ എന്നാൽ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്. അപ്പോൾ ഇങ്ങനെ പ്രതീതികളാണ് പൊതുവെ നിർമ്മിക്കപ്പെടുക. അപ്പോൾ അത് മാധ്യമങ്ങളിലുമായാലും ഞാൻ നേരത്തെ പറഞ്ഞ കാലത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ മുനീർ സാഹിബ് പറഞ്ഞത് ശരിയാണ്, BMS വായിക്കുമ്പോൾ അതെങ്ങനെ സാമൂഹ്യ മാറ്റത്തിന് സഹായകരമാകും. ഞങ്ങൾ ആദ്യം നോക്കിയത് അത് മാത്രമേ ഉള്ളൂ. ഏത് കൃതി എടുത്താലും ഞങ്ങൾ ആദ്യം നോക്കിയിരുന്നത് ഇതിൽ സാമൂഹ്യ മാറ്റത്തിന് പറ്റുമെന്നുള്ളതാണ്. സർഗാത്മകത ഉണ്ടോ എന്ന് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആ കുറവ് നികത്തി. കൃതിയിൽ സർഗാത്മകതയും പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ മുദ്രാവാക്യങ്ങളും നിലപാടുകളും ഒന്നുമില്ലാതെ തന്നെ ഇതിപ്പോൾ പപ്പേട്ടൻ്റെ ഇരുൾ വീഴും മുമ്പ് എന്നുള്ളൊരു ചെറിയ കഥയുണ്ട്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ സ്വകാര്യവൽക്കരണത്തിൽ അതൊന്ന് ശക്തമായ കഥകളിലൊന്നതാണ്. പക്ഷേ പപ്പേട്ടൻ്റെ രാഷ്ട്രീയം വേറെ ഒന്നായിരിക്കും. പക്ഷെ ആ കഥയിൽ അദ്ദേഹം വയ്ക്കുന്ന രാഷ്ട്രീയം അത് ഞങ്ങൾ പ്രസംഗിക്കുന്നപ്പുറത്താണ്. അപ്പോൾ ഞങ്ങളത് വായിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ ആ രൂപത്തിലായിരിക്കും വായിക്കുക. അപ്പോൾ വായനയുടെ ഈ രാഷ്ട്രീയം
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിലപാടുകളൊക്കെ ആയിട്ട് ചേർത്ത് വെച്ച് തന്നെയാണ് വായന വരുന്നത്. അതാണ് ഇപ്പം മുനീർ സാഹിബ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് വളരെ ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉറപ്പിക്കാൻ, ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ സെലക്റ്റീവ് അംനേഷ്യ എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഗുണകരമല്ലാത്തൊരു കാര്യം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കും. അത് സെലക്റ്റീവ് അംനേഷ്യ എന്ന് നമ്മൾ പറയാണ്ട്. ഇപ്പം മഹാത്മാഗാന്ധി ആത്മകഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ സത്യാനന്തര കാലത്ത് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് അൺട്രൂത്ത് എന്നായിരിക്കും എഴുതുക. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഈ വിമർശനത്തെ എന്തിനാണ് നമ്മൾ അങ്ങനെ പേടിക്കുന്നത്? വിമർശിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമല്ലാതെ എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറയുന്നത്, ഈ പറഞ്ഞത് ശരിയാണ്. ഇപ്പം നമ്മൾ ഗാന്ധിയെ തന്നെ വായിക്കുമ്പം ഇപ്പം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ഗാന്ധി പറഞ്ഞതിൽ രണ്ട് വശവും ഉണ്ടാവും. കാരണം ഗാന്ധിയുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എഴുതുകയാണ്. അപ്പോൾ ഗാന്ധിയിൽ നിന്നും എനിക്കെടുക്കാൻ പറ്റുന്ന ഭാഗം മാത്രമേ ഞാൻ എടുക്കുള്ളൂ, മറ്റത് ഞാൻ കണ്ടില്ല എന്നടിക്കും. ഇപ്പോൾ രാജീവിനാണെങ്കിൽ രാജീവിന് ആവശ്യമുള്ള ഭാഗം മാത്രം ഗാന്ധിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു വായനയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഈ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ടാണ് ഈ ഐഡിയോളജിക്ക് വേണ്ടിയിട്ടുള്ള, അതിപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ളൊരു വായനയും അത് മാത്രം അടർത്തിയെടുത്ത് കോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷെ അതിനപ്പുറം ഐഡിയോളജികളെ നമ്മൾ ആ ഐഡിയോളജി സ്വീകരിക്കുന്നില്ലെങ്കിലും ആ ഐഡിയോളജി അനുസരിച്ച് അവർക്ക് ജീവിക്കാനും അവർക്ക് പ്രവർത്തിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യത്തെ നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഒരു പബ്ലിഷിംഗ് കമ്പനി നടത്തുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ഇറക്കിയ പുസ്തകത്തിൻ്റെ പേര് ഞങ്ങളുടെ SFI കാലം എന്നാണ്. രാജീവ് അടക്കം നല്ല വിൽപ്പന ഉണ്ടോയെന്നറിയാം. അല്ല, SFI കാലം എന്ന് മാത്രമല്ല, ഇപ്പോൾ നായനാരെ കുറിച്ചുള്ള പുസ്തകം, ഇപ്പോൾ AKGയെ കുറിച്ചൊക്കെ പെരുപ്പങ്കോട് മുരളി AKGയെ കുറിച്ചൊക്കെ എഴുതിയ നാടകങ്ങൾ, ഇതെല്ലാം ഈ ഒലീവാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എൻ്റെ MSF കാലം എന്ന് പറയുന്ന ഒരു പുസ്തകം ചിന്ത പബ്ലിഷേഴ്സ് ഇറക്കുമോ? അല്ല, ഒലിവ് ലീഗിൻ്റെ ഔദ്യോഗികമായ പ്രസാധകശാലയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെയാണോ? അല്ലല്ല, മറ്റൊരു പാർട്ടിയുടെ പ്രസാധകശാലയാണല്ലോ. അപ്പം അതിന് ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴായിരിക്കും നമ്മൾ കൊടുക്കുക. ഇത് മുനീർ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള എല്ലാവരും കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പ്രസാധകശാലയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അതിലൂടെ കുറച്ച് മുൻതൂക്കം ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ അതിനകത്ത്. അപ്പോൾ ഈ സഹിഷ്ണുതയുടെ കാര്യം നമ്മളിപ്പം പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം ജോണി ഉന്നയിച്ചതിനോട് എനിക്കൊരു ഇതുള്ളത്, വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം പ്രശ്നം ആ ഒറ്റ വാക്ക്, അധിക്ഷേപം നിങ്ങളുടെ വാക്ക് വിമർശനമായിരിക്കും, ആക്ഷേപം വിമർശനമായിരിക്കും, അപമാനിക്കൽ വിമർശനമാണ്, അടിസ്ഥാനരഹിതം വസ്തുതകളുമായി പുലബന്ധമില്ലാത്ത നിർമ്മിതികൾ വിമർശനമാണ്, പ്രതീതികൾ വിമർശനമാണ്. ഇതൊന്നും വിമർശനമല്ല. വിമർശനം യഥാർത്ഥത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് കാണാം. ഒന്ന് ക്രിയാത്മകമായ വിമർശനം, രണ്ട് നിഷേധാത്മക വിമർശനം. ക്രിയാത്മകമായ വിമർശനം എന്താണ്? നിങ്ങൾക്ക് ഈ തെറ്റ് പറ്റി, ചിലപ്പോൾ നമ്മൾ ബോധപൂർവമാകാം, അല്ലാതെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമീപനത്തിൽ പ്രശ്നമുണ്ട്, അപ്പോൾ നമ്മൾക്കത് ഉൾക്കൊള്ളേണ്ടതാണ്, അത് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. നിഷേധാത്മക വിമർശനം എന്താ? തകർത്തില്ലാതാക്കാനുള്ളതാണ്. ഇതിലെവിടെയാണ് യഥാർത്ഥത്തിൽ ഈ വിമർശനം എന്നൊരു വാക്ക് ഈ ഒരു കേവലമായൊരു അർത്ഥനിർമ്മിതി അല്ല ഉള്ളത്. ഈ പലതരത്തിലുള്ള മാനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ വാക്കല്ല ഉപയോഗിക്കേണ്ടത്. പക്ഷെ എല്ലാവരും ഇത് വിമർശനം, ഞങ്ങൾ വിമർശിക്കുന്നു. നിങ്ങൾ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വിമർശനം വസ്തുതയുമായി പുലബന്ധമില്ലാത്തതാണ്, നിങ്ങളൊരു പ്രതീതി നിർമ്മിക്കുകയാണ് എന്ന് പറയാനുള്ള അവകാശം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇപ്പുറത്തുള്ളവർക്ക് ശരിയാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാനായിട്ട് പറ്റുമോ എന്ന് പറഞ്ഞതുപോലെയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരന്മാരാണെന്ന് കേട്ടിരിക്കുന്നത് എന്ന് VKൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആളുകൾ ഭയങ്കരന്മാരാണല്ലോ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഥാപാത്രം പറയുന്നു, അങ്ങനെയല്ല, അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് അവർ വളരെ നല്ലവരാണ്. അപ്പോൾ തിരിച്ചുള്ള ചോദ്യമാണ്, അപ്പോൾ അവരെ എതിർക്കുന്നവരെയോ? അപ്പം VKൻ്റെ കഥാപാത്രം പറയുന്നത് കൊന്ന് തിന്നും എന്നാണ് കേട്ടിട്ടുള്ളത്. ആ VKനെ EMS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു വരുത്തി തിരിച്ച് ഔദ്യോഗിക കാറ് കൊടുത്ത് തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. ആ കാറ് അവിടെ നാട്ടിലുള്ള എല്ലാ ചാരായക്കടയുടെയും മുന്നിൽ നിർത്തിയിട്ടിട്ടാണ് VKN പോയതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വിമർശനവും അധിക്ഷേപവും ഒക്കെ ഉള്ളപ്പോഴും അതിനെയൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറഞ്ഞതിൻ്റെ അവസാനത്തെ ഒരു വാക്ക് വിട്ടുപോയി.
പറഞ്ഞ കൃത്യമായിട്ടാണ്. കൊന്നു തിന്നുമെന്നാണ് കേട്ടിട്ടുള്ളത്, അതെ, എന്നിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണത്. അതാണ് VKN വളരെ നർമാത്മ. VKN വായിക്കാൻ കുറച്ച് പാടാ. നിങ്ങൾ VKN വാക്കിൽ നിന്ന് ഒറ്റ വാക്കിൽ നിന്ന് വായിക്കാൻ പറ്റില്ല. VKNന്റെ വാക്ക് ഓരോന്നും മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കുറച്ച് കടുപ്പത്തിൽ വായിക്കേണ്ടി വരും. കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് നിർമ്മിച്ചതാണെന്ന് VKN പറയാണ്. എന്ന് വെച്ചാൽ ശരിക്കും വസ്തുതയല്ല, കേട്ടിട്ടുള്ളതാണെന്നാണ്. VKN അനുഭവേദ്യമായതല്ല, ഈ കഥാപാത്രത്തിന് അനുഭവേദ്യമായതല്ല, കേട്ടിട്ടുള്ളതാണ്. അതൊരു നിർമ്മിതിയാണ്, അതൊരു പ്രതീതിയാണ് എന്നാണ് യഥാർത്ഥത്തിൽ VKN. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ സൗഹൃദയ ഭാവത്തോടെ എടുത്താൽ പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വിമർശനങ്ങളും അല്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ക്രിയാത്മക വിമർശനം, നിഷേധാത്മക വിമർശനം. ഈ നിഷേധാത്മക വിമർശനം എന്ന് പറയുന്നത് കേവലം നമ്മൾ നിർമ്മിതിക്കപ്പുറം ഈ ഐഡിയോളജിയോട് ഭയങ്കരമായിട്ടുള്ള ആഭിമുഖ്യമുള്ളവർ മറ്റുള്ളതിനെ നിഷേധാത്മകമായി കാണുക, ക്രിയാത്മകമായിട്ടല്ല കാണുക. ഉദാഹരണത്തിന് ക്രിയാത്മകമായൊരു വിമർശനമാണെങ്കിൽ ഞാൻ തിരുത്താനാണല്ലോ ശ്രമിക്കുക. എൻ്റെ ഐഡിയോളജി ഞാൻ തിരുത്താൻ തയ്യാറല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഐഡിയോളജിയെ ഞാൻ നിഷേധാത്മകമായി കാണുകയും ചെയ്യും. അപ്പം നിഷേധാത്മകത്തിലും എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യവും നിഷേധാത്മകമായിട്ടുള്ളതിൽ ഇന്നത്തെ ഐഡിയോളജിക്കൽ വാർ എന്നുള്ളതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ. ഇപ്പം താങ്കളുടെ ബാപ്പ എത്രയോ സന്ദർഭങ്ങളെയാണ് വളരെ നർമ്മത്തോടു കൂടി നേരിട്ടിരിക്കുന്നത്, എത്രയോ അധിക്ഷേപങ്ങൾ. നർമ്മം എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തെയും വളരെ ലഘൂകരിക്കും. നമ്മുടെ ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കാൻ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ നമ്മൾ പഴത്തിനകത്ത് ബ്ലേഡ് വെച്ച് മുറിക്കുക എന്ന് പറയുന്ന പോലെ മറ്റുള്ളവന് വേദനയില്ലാതെ അറക്കുക എന്ന് പറയുന്ന അത് ശരിക്കും അതൊരു വിമർശന രീതിയാണ്. അത് പല നേതാക്കന്മാരെ, എൻ്റെ പിതാവ് മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള നേതാക്കന്മാർ ആ കാലഘട്ടത്തിൽ വളരെ ഹാസ്യാത്മകമായി ഇത്തരം സന്ദർഭങ്ങളെ ലഘൂകരിച്ചിട്ടുണ്ട്, അതിൻ്റെ ടെൻഷൻ ലഘൂകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രാജീവിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഈ വായനയും എഴുത്തും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ്. ഇപ്പോൾ EMS കുറിച്ച് രാജീവ് പണ്ട് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് എഴുതുന്നത് മാതൃകാപരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില വാക്കുകളിൽ അദ്ദേഹം പുലർത്തുന്ന കൃത്യത, ഒരു ഉദാഹരണം പറഞ്ഞാൽ മതേതരത്വം എന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ്, അത് EMS അത് മതനിരപേക്ഷത എന്ന് തിരുത്തി. കാരണം അതിൽ കൃത്യമായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ്. മതേതരത്വം ഒരു ഇതരമല്ല, അതൊരു നിരപേക്ഷതയാണ്. അപ്പോൾ അത്തരം കൃത്യത അങ്ങനെ എഴുത്തിൽ, സംസാരത്തിൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ വാക്കിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു ഐഡിയോളജി ഉണ്ട്. ഇപ്പോൾ മതേതരത്വം ഞങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് അതാണ്. പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന മതത്തിന് ഇതരമാണ് എന്നൊരു അവബോധം വരും. അപ്പോൾ മതവിശ്വാസിക്ക് ഇടമില്ലാത്തതാണെന്നൊരു ചിന്ത അറിയാതെ സംവേദനം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് മതനിരപേക്ഷ. ശരിക്കും ഇതിൻ്റെ ഈ വാക്ക് സെക്കുലറിസത്തിൻ്റെ തുടക്കം മതാതീതാത്മീയതയാണ് അതിൻ്റെ തുടക്കം. ആ വാക്കിൻ്റെ ഉത്ഭവം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ശരിക്കും ഇസ്രയേൽ പലസ്തീനെ, അത് യുദ്ധമല്ല, അതൊരു ഇൻവേഷൻ, അഗ്രഷൻ. വാറെന്ന വാക്ക് നിൽക്കില്ല, അതൊരു അധിനിവേശമാണ്, അല്ലെങ്കിൽ കടന്നാക്രമണമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പത്രത്തിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആഗോളീകരണം എന്നാണ് നല്ല വ്യാകരണം. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ആഗോളവൽക്കരണം തന്നെ വേണമെന്ന് തീരുമാനിച്ചു. രണ്ട് വാക്ക് ഉപയോഗിക്കാം, പക്ഷെ കുറച്ചുകൂടി വൃത്തിയുള്ള വ്യാകരണം ആഗോളീകരണമാണെങ്കിലും ആഗോളീകരണം എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് അവബോധം വരും. ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ അടിച്ചേൽപ്പിച്ചതാണ്. അത് പത്രങ്ങളെ ശരിക്കും ഉപയോഗിക്കും. ഇപ്പോൾ പെട്രോൾ വില കൂടിയെന്ന് എഴുതാം, കൂട്ടിയെന്ന് എഴുതാം. കൂടിയെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ചായ കുടിക്കാൻ പോകും. കൂട്ടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിട്ട് ആരാണ്ടത് കൂട്ടിയത്, ഒരു പ്രതി വരും. കൂടി സ്വാഭാവിക പ്രക്രിയയാണ്. കൂട്ടിയെന്നാണ് വായിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കുറ്റവാളി അവിടെ പ്രത്യക്ഷത്തിൽ വരും. അപ്പോൾ അങ്ങനെ ഓരോ വാക്കും നമ്മൾ സൂക്ഷ്മമായി തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. ഓരോന്നിനും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ ലൈറ്റർ മോഡിൽ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ പാർട്ടി സാഹിത്യമൊക്കെ വായിച്ച് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എഴുതുന്നതിനെയും നമ്മൾ പറയുന്നതിനെയും ഒക്കെ സ്വാധീനിക്കുമോ എന്നതാണ്. ഇപ്പോൾ സന്ദേശം സിനിമയിൽ ശങ്കരാടിയുടെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇപ്പം വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിൽ ആണെങ്കിലും
പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്നാണ് പറയുക. ഇപ്പോൾ രാജീവിൻ്റെതായിട്ട് ഒരുപാട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ എനിക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റത്തില്ല, അതൊന്ന് വായിക്കാം. അത് രാജീവിൻ്റെ ആ വീഡിയോയിൽ പറയുന്നത്, ദേശീയവും സാർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത് രണ്ട് ഉൽപ്പാദക ശക്തി ഉൽപ്പാദന ബന്ധം ഇവയുടെ നിലവാരത്താൽ നിർണ്ണയിക്കുന്ന സാമൂഹിക സാമ്പത്തിക അടിത്തറ. ഇത് വളരെ ആഴത്തിലുള്ളൊരു ആശയമാണ്. ആത്മനിഷ്ഠ ഘടകത്തിൻ്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ ഘടകത്തെ മൂർത്തമായി കാണാത്ത സാഹചര്യം ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് ശരിക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാർട്ടി ക്ലാസ്സാണ് യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അത് പാർട്ടി ക്ലാസ് അത് മനസ്സിലാകാവുന്ന ഒരാളുകൾക്കുള്ളതാണ്. അത് പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ നെക്സസ് എടുക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് റിയാലിറ്റി സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയും. എങ്ങനെയായിരിക്കും ജോണി എന്നെ മലയാളീകരിക്കുക? സബ്ജക്റ്റീവ് എന്നുള്ളത് ആത്മനിഷ്ഠെന്നും അതല്ലാതെ ഒരു വാക്ക് ഓക്കെ, പക്ഷെ അത്തരം വാക്കുകൾ തന്നെ ഇങ്ങനെ കോർത്ത് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. മൂർത്തം അമൂർത്തം വസ്തുനിഷ്ഠം ഘടകം. ലെനിൻ പറഞ്ഞു കോൺക്രീറ്റ് അനാലിസിസ് ഓഫ് കോൺക്രീറ്റ് സിറ്റുവേഷൻ, ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ മാർക്സിസം. അതെങ്ങനെ മലയാളീകരിക്കും? കുറെ കൂടി ലളിതമാക്കാൻ നോക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എഴുത്ത് നിങ്ങൾ നോക്കിക്കോ, എൻ്റെ പുസ്തകങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ എൻ്റെ തിരഞ്ഞെടുത്ത കൃതികൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഹരിതം ഇറക്കിയിട്ടുണ്ടല്ലോ, അതെല്ലാം വളരെ ലളിതമാണ്. അതിൽ തന്നെ മാർക്സിസം പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഓരോ സ്റ്റേജിലുള്ള കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ നവമാധ്യമം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫിലോസഫിക്ക് ക്ലാസ് തുടങ്ങി. ആ സമയത്ത് ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ഭാഷ വരിക. ഇതിനേക്കാൾ തമാശയുള്ളൊരു സാധനം വരുന്നുണ്ട്, ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഈ മുതലാളിത്തത്തിൻ്റെ എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിൻ്റേതാണ് എന്ന് ഇദ്ദേഹം പറയുന്നു എന്ന് യഥാർത്ഥത്തിൽ അതെന്ന് വെച്ചാൽ അതിന് മുമ്പുണ്ടല്ലോ ചരിത്രം വികസിക്കുകയാണല്ലോ. അപ്പോൾ ആദ്യം ഈ അടിമത്തം, അത് കഴിഞ്ഞിട്ട് പിന്നെ നാടുവാഴിത്തം. ഈ നാടുവാഴിത്ത ഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ല. പിന്നീട് ആഭ്യന്തരത്തിൻ്റെ കണ്ടുപിടുത്തം, വ്യവസായ വിപ്ലവം 1, 2, 3, ഇപ്പം നമ്മൾ 4, 5ലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യവസായ വിപ്ലവം വന്നതോടുകൂടി സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം അനിവാര്യമാണ്. ആ ഘട്ടത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് മുതലാളിത്ത ആവശ്യമാണ്. അത് പുരോഗതിയുടേതാണ്. അങ്ങനെയാണ് മാനിഫെസ്റ്റോ വായിക്കുമ്പോൾ മാർക്സ് എഴുതിയിട്ടുണ്ട്, നാളിതുവരെയുള്ളതിൽ ഏറ്റവും വിപ്ലവകരമായ ദൗത്യമാണ് ബൂർഷ്വാസി നിർവഹിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അടർത്തിയെടുത്ത് ഇപ്പോൾ സൗകര്യം വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ പറയുമ്പോൾ ആത്മനിഷ്ഠം എന്ന് സ്ലോലാക്കാം. അപ്പോൾ ഒന്നുകൂടി നമുക്കൊരു അരോചകത്വം തോന്നും. പിന്നെ കുറച്ച് വേഗത്തിലാക്കാം. ഈ ചില വാക്ക് മാത്രം അടർത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഇതാണ് നിർമ്മിതി. അല്ല, ഞാനത് ചോദിക്കാനുള്ള കോണ്ടെക്സ്റ്റ് ലളിതമായിട്ട് എഴുതണമെന്നുള്ള EMSന്റെ മാതൃകയെക്കുറിച്ചിട്ട് പറഞ്ഞ രാജീവിനെ തന്നെ അറിയാതെ ചിലപ്പോൾ ഇങ്ങനെ ഈ പാർട്ടി സാഹിത്യം അല്ലെങ്കിൽ പഴയ ക്ലാസ്സുകൾ സ്വാധീനിക്കുന്നുണ്ടോ, അങ്ങനെയാണത് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈറ്ററായിട്ട് ചോദിച്ചതാണ്. ഞാനിപ്പോൾ ക്യാപിറ്റൽ ഇപ്പോൾ നമ്മൾ 2 റീഡർ വന്നിട്ടുണ്ട്. ഒന്ന് ഗ്രൂണ്ടറിസിൻ്റെ റീഡറും ക്യാപിറ്റലിൽ പുതിയ ഇംഗ്ലീഷ് പരിഭാഷയും വന്നിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കുറച്ച് ടെർമിനോളജി ഉണ്ടല്ലോ, ഈ ഭാഷാ പദശാസ്ത്രം, അത് നമുക്ക് ചിലപ്പോൾ എത്ര മലയാളി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സബ്ജക്റ്റീവ് റിയാലിറ്റി ഒബ്ജക്റ്റീവ് റിയാലിറ്റി, അത് മാർക്സിൻ്റെ മാത്രമല്ല ഈ നെക്സസിൽ ഹരാരിയും പറയുന്നത് തന്നെയാണ്. അതിന് ആത്മനിഷ്ഠ സാഹചര്യം വസ്തുനിഷ്ഠ സാഹചര്യം, ഇത് രണ്ടാണ്. അത് വളരെ ലളിതമായി ഇങ്ങനെ വിസ്തീരിക്കുന്നുണ്ട്. ഈ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത് ഒരു വസ്തുനിഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ ഇത് ആത്മനിഷ്ഠ വേദന നിങ്ങൾക്ക് ഇതാണ്. ഇത്രയും വിസ്തീർണം കൂടി ജോണി അതിന് ശേഷം കേട്ടിരുന്നെങ്കിൽ കുറെ കൂടി വ്യക്തത. അപ്പം മുനീർ സാഹിബിന് ഒരുപാട് പരിശ്രമിച്ചാലെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റുമോ? അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അരി എന്ന് പറയുന്ന വാക്കിനെ പോലും നമുക്ക് അതിനെ സാഹിത്യവൽക്കരിച്ച് ഇതേപോലെ തന്നെ അതിൻ്റെ ശാസ്ത്രീയവൽക്കരണമൊക്കെ നടത്തുന്ന സമയത്ത് അരിയല്ലാതായി മാറും. അപ്പോൾ അതുപോലെയാണ് അദ്ദേഹം മാർക്സിസത്തെയും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ എല്ലാ പ്രത്യയശാസ്ത്രത്തെയും വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഒരു ഭാഷ അവർക്കിടയിൽ അദ്ദേഹം പ്രയോഗിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ ഒരു ഭാഷയെ
സ്വായത്തമാക്കാൻ ആഗ്രഹിക്കാത്ത എനിക്കതിൽ ഒരു നിലപാട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ലളിതമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം സങ്കീർണത നിറഞ്ഞൊരു ലോകത്ത് ഇനിയും ഇതെല്ലാം തലയിൽ കയറ്റുക എന്ന് പറയുന്നത് വളരെ പ്രശ്നവൽക്കരണം കൂടാനേ സാധ്യതയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ എസ് കെ പൊറ്റക്കാടിൻ്റെ കൂടെ നടന്ന് കുറേ യാത്രാ വിവരണങ്ങൾ സി എച്ച് മുഹമ്മദുമായി എഴുതിയിട്ടുണ്ടല്ലോ. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു സ്വാധീനത അതിൽ വളരെ പ്രകടമാണ്. അപ്പം മുനീർ സാഹിബിൻ്റെ അടുത്ത എഴുത്ത് എന്തിനെക്കുറിച്ചാണ്? എഴുത്ത് ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളും നമ്മുടേതായ ഒരു ഐഡിയോളജിയുമായി നടക്കുന്നതുകൊണ്ട് എൻ്റെ അധിക എഴുത്തുകളും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു പക്ഷം പറയാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ് അധികവും ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള എഴുത്തും ഞങ്ങളുടെ അപ്പുറത്തെ പക്ഷത്തു നിന്ന് എന്തെങ്കിലും വരുമ്പം അതിനെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ അതിനെ കടന്നാക്രമിക്കുകയോ ചെയ്യുന്ന ഒരു എഴുത്താണ് എൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ശശി തരൂരിനോടൊപ്പം ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ആത്മകഥ എഴുതാൻ ഉദ്ദേശമുണ്ടോ എന്ന്. അപ്പം മുനീറിനോട് ഞാൻ ചോദിക്കണം, അങ്ങനെ അപ്പോൾ ഒലീവ് തന്നെ പ്രസിദ്ധീകരിക്കാൻ ആളെ ഒന്നും നോക്കി നടക്കേണ്ട ആവശ്യമില്ല, ഒലീവിന് തന്നെ പ്രസിദ്ധീകരിക്കാം, നല്ല പബ്ലിസിറ്റി കിട്ടും. ആത്മകഥ ഏതായാലും ഒലീവിൽ തന്നെ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് അതിപ്പോൾ എന്താണ് ആത്മകഥ എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അപ്പുറത്തുള്ളവരെ ആയിരിക്കില്ല പറയുക. എന്നെയും ചിലപ്പം ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളെയും ഒക്കെ അതിനകത്ത് ചിലപ്പോൾ വിമർശന വിധേയമാക്കേണ്ടി വരും. അപ്പോൾ ആത്മകഥ എഴുതാനുള്ള സമയമായിട്ടില്ല എന്നാണ് ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് എന്ത് എഴുതും എന്ന് പേടിച്ച് ആത്മകഥ എഴുതുന്നില്ല എന്ന് വെച്ചു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അതിലൊന്നും അതൊക്കെ ഞങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളാണ്. അത് ഇവിടെ തുറന്നൊരു ചർച്ചയ്ക്ക് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല. രാജീവിൻ്റെ അടുത്ത ഉദ്യമം എന്താണ്? ഞാനിപ്പോൾ ഈ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റിൻ്റെ ഹിസ്റ്ററി ഇംഗ്ലീഷിൽ വന്നപ്പോൾ 3 പതിപ്പായി. ഒന്ന് കുറേ വലിയ പുസ്തകം വേണമെന്ന് ഇപ്പോൾ അവർ പറയുന്നുണ്ട്, സമയം കിട്ടുമെന്നറിയില്ല. പിന്നെ മീരയുടെ 2-3 ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ സാഹിത്യോത്സവങ്ങൾ വന്നല്ലോ, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു കൃതി മനസ്സിലുണ്ട്. അതൊന്ന് വികസിപ്പിച്ചെടുക്കണം. പിന്നെ ഇപ്പോഴത്തെ ഓട്ടത്തിനിടയിൽ സംഭാഷണമൊക്കെ നിങ്ങളെ നിശിതമായിട്ട് എതിർക്കുന്ന ആളുകളും ആയിട്ടാക്കിക്കൂടെ? അതിപ്പോൾ നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. വന്നിരിക്കുകയല്ലേ ഞങ്ങളിപ്പോൾ. മുനീർ സാഹിബ് മുനീർ അതിനൊരു മുൻകൈ എടുത്തിട്ട് വളരെ വിമർശനാത്മകമായിട്ട് കാണുന്ന ആളുകളുമായിട്ടുള്ള ഒരു സംവാദം പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ അങ്ങനെ ഒരു അല്ലാത്ത സംഭാഷണങ്ങൾ ഞാൻ പിന്നെ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ MT ആയിട്ടും ONV ഒക്കെ ആയിട്ടുള്ള ഒരു സംഭാഷണം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അവരൊക്കെ ആയിട്ടുള്ള ഒരു സർഗാത്മക പിന്നെ സംഭാഷണങ്ങളാണ് അതൊക്കെ. അല്ലെങ്കിലും പിന്നെ രാജുവായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഐഡിയോളജിയും അവരുടെ ഐഡിയോളജിയും പിന്നെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? അപ്പം എന്തായാലും നമുക്ക് ഇവിടെ ഈ ചർച്ച അവസാനിപ്പിക്കുക. അപ്പം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം എടുക്കാമെന്ന് തോന്നുന്നു. ചോദിക്കുന്നത് സഖാവ് രാജീവിനോടാണ്. ഈ ചർച്ച എന്ന് പറഞ്ഞത് വായനയുടെ രാഷ്ട്രീയമാണെന്ന് 2 സഖാക്കൾ മറ്റൊന്ന് അലനും താഹയും പുസ്തകം കയ്യിൽ വെച്ചു എന്നൊരു കുറ്റത്തിന് അവരെ ജയിലിൽ അടച്ചു. ജാമ്യം കിട്ടാത്ത വകുപ്പ് UAP ചാർത്തിക്കൊണ്ട് നമ്മുടെ സഖാക്കളായിരുന്നു. അവർ മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കാരണത്തെ കൊണ്ട് ജയിലിൽ അടച്ചു. ഇതിലെന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ വേറെ രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചോദ്യമാണല്ലോ ചോദിക്കാൻ പാടുള്ളൂ. EMSഉം വിജയനായിട്ടുള്ള സംവാദം, അത് OV വിജയൻ എങ്ങനെയാണ് EMS കണ്ടിരുന്നതും പാർട്ടി കണ്ടിട്ടുള്ളതും ഒക്കെ നമുക്ക് ഈ ജനങ്ങൾക്കറിയാം. പിന്നീട് അത് പാർട്ടി തിരുത്തണമല്ലോ, അതാണല്ലോ മാർക്സിസം. അപ്പോൾ ഈ ചോദ്യത്തിനാണ് എനിക്ക് വ്യക്തമായൊരു ഉത്തരം തരേണ്ടത്. അത് നേരത്തെ വ്യക്തമാക്കില്ല. UAPയെ ഇപ്പോൾ കൊണ്ടുവന്ന ഘട്ടത്തിൽ അത് പാർലമെൻറ്റിൽ തന്നെ വന്നതിന് സംസാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ UAP നിയമമായി കഴിഞ്ഞാൽ പിന്നെ ആ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് കാര്യങ്ങൾ പോകേണ്ടി വരും. അത് ഇപ്പം തന്നെ കുറേ വിധികൾ വന്നിട്ടുണ്ട്. ആ വിധികളുടെ കൂടി അടിസ്ഥാനത്തിൽ പല കേസുകളിലും ഒരു അതോറിറ്റി ഉണ്ട്. 4 തരത്തിലുള്ള അതോറിറ്റിയാണ്. അതോറിറ്റി ശുപാർശ ചെയ്യുന്നതിൽ പോലും പൊതുവെ ഇപ്പോൾ UAPയുടെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് എടുക്കാറുള്ളത്. അതിനകത്ത് സംബന്ധിച്ചുള്ള കോടതിയുടെ വിധിന്യായങ്ങളാണ് ഇപ്പോൾ ഇനി പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന ഭാഗം. ഹലോ, ഓക്കെ.
എൻ്റെ പേര് രജിൽ. ഞാൻ ചോദിക്കുന്നത് അതിനു മുൻപ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യം ഒരു ശരിയാണ്. കാരണം ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം 12 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വായിച്ചത് എനിക്ക് ഒരു വസ്തു മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിജീവികൾക്ക് അങ്ങനെ മനസ്സിലാവുമെന്ന് അത് ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾക്ക് ചില കാര്യങ്ങൾ ഒറ്റ വായനയൊന്നും മനസ്സിലാവില്ല. പിന്നെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ന് എല്ലാ പുസ്തകങ്ങളിലും സെൻസർഷിപ്പും പുസ്തക നിരോധനവും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വായനക്കാരുടെ വായിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ കത്തിവെക്കുന്നത്. അതിപ്പോൾ ഏത് അധികാര സ്ഥാപനങ്ങളായിക്കഴിഞ്ഞാലും, അതിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതായി കഴിഞ്ഞാലും അതേപോലെ കേന്ദ്രം ഭരിക്കുന്നതായി കഴിഞ്ഞാലും, അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോഴും സെൻസർഷിപ്പാണ്. ഇപ്പോൾ ഈ സെൻസർഷിപ്പ് പുസ്തകങ്ങൾ കടന്നിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി എത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ ചില പോസ്റ്റുകൾ, ട്വിറ്ററിലെ ചില പോസ്റ്റുകൾ, ഞാൻ ഫേസ്ബുക്ക് ട്വിറ്ററൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ട്വിറ്ററിലൊക്കെ പോസ്റ്റുകൾ നമുക്കൊരു ഇൻഡിക്കേഷൻ പോലും തരാതെയാണ് അവർ റിമൂവ് ചെയ്യുന്നത്, ഫേസ്ബുക്ക് അടക്കം. അപ്പോൾ എങ്ങനെയാണ് ജനാധിപത്യത്തിൽ പുതിയ കാലത്തിൽ വായനയുടെ സ്വാതന്ത്ര്യത്തെ നിർണ്ണയിക്കുന്നത്? ഈ ഫേസ്ബുക്ക്, അതുപോലെ ട്വിറ്റർ, യൂട്യൂബ്, ഗൂഗിൾ, ഇതൊന്നും വലിയ പ്രതീക്ഷകൾ വയ്ക്കേണ്ട മാധ്യമങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇപ്പോൾ സെർച്ച് എഞ്ചിനുകൾ എടുത്താൽ 92% ഒറ്റ ആൾ കൈകാര്യം ചെയ്യുന്നത് ഗൂഗിളാണ്. അപ്പോൾ അതിലൂടെ വരുന്ന വിവരങ്ങളെ എങ്ങനെ ആൽഗരിതങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ആ സംവിധാനമുണ്ട്. ഇപ്പോൾ മുല്ലപ്പൂ വിപ്ലവം വന്നല്ലോ, അന്ന് യൂട്യൂബിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. യാഹൂ ഒരു കാര്യം കൊടുത്തിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഒരു സ്വതന്ത്ര സംവിധാനങ്ങളാണ്. നമ്മൾ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകിച്ചും എല്ലാത്തിനും നിയന്ത്രിക്കുന്ന മൊണോപ്പൊളി ആ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇത് നമ്മൾ കേരളത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകളെയാണ് ഒരു ദിവസം മാക്ഡൊണാൾഡ് തീറ്റുന്നത്. 5 കോടി ആളുകൾ ഒരു ദിവസം അവരുടെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേന്ദ്രീകരണമുണ്ട്. അത് ഇതിലുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകളില്ലാത്ത ആകാശം തുറന്നിടുന്നു എന്ന് നമ്മൾ തരും. അവർക്ക് താല്പര്യമുള്ളത് അവർ കൊടുക്കും. ഇപ്പോൾ ഫേസ്ബുക്ക് വല്ലാതെ ചവിട്ടി പിടിക്കും. നമ്മളെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ചവിട്ടി പിടിക്കും. പൈസ കൊടുത്താലേ അവർ പിന്നെ പ്രചരിപ്പിക്കുള്ളൂ. അപ്പോൾ അത്തരം അമിത മോഹങ്ങളെ അതിനകത്ത് വെച്ച് പുറത്തായിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അങ്ങ് പറഞ്ഞ കറക്റ്റാണ്. ഞാനൊരു പബ്ലിഷറാണ്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ചില ടൈറ്റിലുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതോടുകൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞങ്ങളുടെ പബ്ലിക്കേഷൻ അവർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തല്ലേ. പിന്നെ ഇത് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞ ശേഷമേ അവർ ഓപ്പൺ ചെയ്തേ ഉള്ളൂ. അതുപോലെ ഈ ഫേസ്ബുക്കിലും ഇപ്പോൾ എന്തിന് നമുക്കൊരു പുസ്തകത്തിൻ്റെ ISBN കിട്ടണമെങ്കിൽ പോലും ടൈറ്റിൽ നമ്മൾ ആദ്യം പറയണം. ആ ടൈറ്റിലിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ധ്വനിയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ISBN കിട്ടാൻ പോലും സങ്കീർണതയുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. അതുകൊണ്ടാണ് എല്ലാവരും സെൽഫ് പബ്ലിഷിങ്ങിലേക്ക് പോകുന്നത്. ISBN ഇല്ലെങ്കിലും പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഭയങ്കരമായി സ്ക്രൂട്ടിനി ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം ഈ ഗൂഗിളിൽ അതേപോലെ ചില വാക്കുകൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകളോടൊപ്പം ചേർത്ത് വേറെ വാക്കുകൾ വരും. അതങ്ങനെ അവർ പിന്നെ ആ സെർച്ച് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള, നമ്മൾ ഉദ്ദേശിച്ചത് എന്തോ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള സൈറ്റുകളാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുക. അങ്ങനെ അത് താഴോട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു സൈറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു ചോദ്യത്തിനോടുള്ള സമയം ഉണ്ടാവുന്നു. ചോദ്യമല്ല, പിന്നെ മോഡറേറ്ററോടുള്ളൊരു നിർദ്ദേശമാണ്. അതായത് മോഡറേറ്റർ കുറച്ചും കൂടി വിശാല മനസ്കനാവണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മന്ത്രി രാജീവ് പറഞ്ഞു അപ്പുറത്തുള്ള ആൾക്കാർ കൂടി വർഗപരമായി ഞങ്ങളുടെ കൂടെ വരേണ്ട ആളാണ് എന്നാണ് ഞങ്ങളുടെ ബോധ്യം എപ്പോഴും. അതിന് മോഡറേറ്റ് ഇടക്കൂടെ ഒന്ന് തിരികെ എന്താ പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്നാലേ ശുദ്ധിയാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഒന്ന് പറഞ്ഞു. 2, ഇന്നിപ്പോൾ ഇവിടുത്തെ സംസാരത്തിൽ മന്ത്രി രാജീവോ അല്ലെങ്കിൽ മുനീറോ സംസാരിച്ചിരുന്നു ഒന്നും ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാകാതിരുന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ഏതോ ഒരു ക്ലാസ്സിൽ, ഒരു പാർട്ടി ക്ലാസ്സിൽ എടുത്തൊരു സാധനം, നമ്മുടെ ഈ ഇപ്പോഴത്തെ എന്താ പറയുക സത്യനന്ദിക്കാടിൻ്റെ സന്ദേശമാണല്ലോ ഇവിടെ പ്രത്യയശാസ്ത്രം എല്ലാ ആൾക്കാർക്കും. അതിൽ വെച്ചിട്ടുള്ള ഒരു വാചകം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ക്ലാസ്സിനെ ഒരു തമാശയാക്കുന്ന രൂപത്തിൽ ചെയ്തത് തീരെ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം മാത്രം പറയാം. അതിന് ഇപ്പം മുനീറിൻ്റെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പുറത്ത് വന്നാലേ ശുദ്ധിയാവൂ എന്ന് പറഞ്ഞത്. ഇപ്പം തിരിച്ച് മുനീറാണത് പറയുന്നുണ്ടെങ്കിൽ
രാജീവനോടാണ് അത് ചോദിക്കുക. ഇപ്പുറത്ത് വന്നാലേ ശുദ്ധിയാവൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ രാജീവിന് അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് ചോദിക്കുക. അതാണ് ഒരു മോഡറേറ്ററുടെ കടമ. 2, ഈ ഇവിടെ ഇരിക്കുന്ന രാജീവും മുനീറും ഞാനും ഒന്നും അപരിചിതരായിട്ടുള്ള ആളുകളല്ല. ഞങ്ങൾ അങ്ങേയറ്റം പരസ്പരം അറിയാവുന്നവരും വളരെ വ്യക്തിപരമായിട്ടുള്ള ദിവസവും സംസാരിക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് രാജീവിൻ്റെ അടുത്തൊരു കാര്യം സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാനായിട്ട് എനിക്ക് കഴിയും, മുനീറിൻ്റെ അടുത്ത് കഴിയും, അതുപോലെ എന്നോട് ചോദിക്കാൻ രാജീവിനും കഴിയും. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഇത് വളരെ ജട്ടിലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പം നമുക്ക് വായനയിൽ നിന്നുണ്ടാവുന്ന ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് വരുമ്പം ഇങ്ങനെ ഒരു സംഗതി പ്രചരിക്കുന്നുണ്ടല്ലോ, അതിനോടുള്ള രാജീവിൻ്റെ പ്രതികരണം കേൾക്കാൻ ഒരു രസമുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ. അല്ല, അതിലൊരു സൗകര്യമുണ്ട്. ഇപ്പോൾ ഇത്രയും ആളുകൾക്ക് മനസ്സിലായല്ലോ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. ആ ചോദ്യം വന്നാലുള്ള സൗകര്യം കൊണ്ടാണ് നമുക്ക്. ഇപ്പോൾ ഇന്ന് നിത്യചൈതന്യതയുടെ 100ാം ജന്മദിനമാണ്. ആ ദിവസമായതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാത്തിനോടും നിർമ്മമത്വത്തോടു കൂടി പ്രതികരിച്ച അറിവിൻ്റെ വാതിലുകൾ തുറക്കുക. തന്നെയുമല്ല ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിലോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിലോ നിങ്ങൾക്കൊന്നും യാതൊരു വിഷമവും ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ടുകൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്.